രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. ഐഷു ഒന്ന് ഫ്രഷായി ഇറങ്ങിയത്. സ്വാതിക് മുമ്പിൽ വന്നു നിന്നു. ഐഷു ഒന്ന് അവനെ നോക്കി ബെഡിൽ വന്നിരുന്നു. കൈയൊക്കെ ചുരുട്ടിപ്പിടിച്ചു. മുഖമാകെ വിയർപ്പിൽ മുങ്ങി. ആകെ വിറച്ചാണ് നിൽക്കുന്നത്. ഐഷ. ആ. ഐഷു വേഗം വിളി കേട്ടു. ഇല്ല, എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയില്ല. ഈ 2 മെഡിസിനും കഴിക്കണം. 2 കളർ ഗുളിക എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഐഷുവിന് ആകെ ഒരു ടെൻഷൻ. കൈ വിറച്ചുകൊണ്ട് ആ ഗുളിക മേടിച്ചു. ഈ സമയത്ത് അതും ഗുളിക കഴിക്കാവോ? അറിയില്ല. ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് ഐഷുവിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഐഷുവിന് ആകെ ശരീരം മുഴുവൻ വിറയലായി. കൈയൊക്കെ കിടുകിടാ വിറക്കാൻ തുടങ്ങി. ഞാൻ അറിയരുതെന്ന് കരുതിയ ആ കാര്യം ഇന്നത്തോടെ അവസാനം കാണും. അവളെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് കുടിലതയോടെ ചിരിച്ചു. ഐഷു കാറിൽ കയറിയതും മുഖത്തേക്ക് ഒരു സ്പ്രേ ചെയ്തത് ഒരുമിച്ചായിരുന്നു. ബോധം പോയ അച്ചുവിനെ അവർ ബാക്ക് സീറ്റിൽ കിടത്തിക്കൊണ്ട് തങ്ങളുടെ അടുത്ത ടാർഗറ്റ് നോക്കി. കിച്ചുവാണെങ്കിൽ അച്ചു പോയിട്ട് ഇപ്പൊ 2 മണിക്കൂറിൽ കൂടുതലായി. ഇതുവരെ കാണാനുമില്ല. എന്റെ ദേവി, മോളെ കാണാതായിട്ട് ഇപ്പോൾ മണിക്കൂറൊന്നു കഴിഞ്ഞല്ലോ. കാണുന്നതുമില്ല. ഒന്ന് പോയി നോക്കിയാലോ? ചിലപ്പോൾ പ്രാർത്ഥിച്ചിരുന്ന സമയം പോയിട്ടുണ്ടാകും. കിച്ചു പതിയെ തന്റെ ഫോണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് കിച്ചു നോക്കിയിട്ടു അച്ചുവിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. എന്തു ചെയ്യും? ഹലോകേട്ടൻ അറിഞ്ഞ അതോർത്തതും തന്റെ ശരീരം വിറച്ചു. മോളെ പറഞ്ഞുവിടാൻ തോന്നിയ നിമിഷത്തെ പഴിച്ചു. അവിടെയൊക്കെ ഒന്നുകൂടെ നോക്കാമെന്ന് വിചാരിച്ച് കിച്ചു ഒന്നുകൂടെ എല്ലായിടത്തും നോക്കി. അപ്പോഴേക്കും ഫോൺ റിംഗ് അടിച്ചു. പരിചയമില്ലാത്ത നമ്പർ ആയതിനാൽ ഒന്ന് സംശയിച്ചുകൊണ്ട് കിച്ചു ഫോൺ എടുത്ത് ചെവിയോടടുപ്പിച്ചു. ഹലോ ബേബി, ഓർമ്മയുണ്ടോ ഈ ശബ്ദം? അത്രയും കേട്ടതും കിച്ചുവിന്റെ ഫോൺ താഴേക്ക് പതിച്ചു. കണ്ണുകൾ നിറഞ്ഞു. പഴയ ഓർമ്മയിൽ ശരീരം വിറച്ചു. ഒരുതരം മരവിച്ച അവസ്ഥ. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ ശബ്ദം. ഇതെന്തിന്റെ മരുന്നാ? അവൾ വിറച്ചുകൊണ്ട് ചോദിച്ചു. അതെന്തിനാ നീ അറിയുന്നേ? കഴിക്കാൻ പറഞ്ഞാൽ കഴിച്ചാ മതി. ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട. അവന്റെ മുഖഭാവം മാറുന്നതിനനുസരിച്ച് ഐഷു ഒന്ന് വിറച്ചു. അല്ല, അതല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അവളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവൻ ഗുളിക കൊടുത്തു. ഐഷു വേഗം അത് 2 വായിൽ വെച്ച് വെള്ളം കുടിച്ചു. ഗുഡ് ഗേൾ, അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞുകൊണ്ട് ഡോർ ലോക്ക് ചെയ്തു പോയി. ഓ എന്റെ മുരുക, എന്നെ നീ തന്നെ കാത്തോളണേ. വേഗം തന്നെ ബാത്റൂമിലേക്ക് ഓടിക്കേറി. ഹലോ ബേബി, ഓർമ്മയുണ്ടോ ഈ ശബ്ദം? അത്രയും കേട്ടത് കിച്ചുവിന്റെ ഫോൺ താഴേക്ക് പതിച്ചു. കണ്ണുകൾ നിറഞ്ഞു. പഴയ ഓർമ്മയിൽ ശരീരം വിറച്ചു. ഒരുതരം മരവിച്ച അവസ്ഥ. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ ശബ്ദം. വിറയാർന്ന കൈകളാൽ കിച്ചു താഴെ വീണ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച്. തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ദേഹമാകെ തളരും പോലെ. ഹലോ, ഓ മൈ സ്വീറ്റി, എന്റെ ശബ്ദം കേട്ടപ്പോഴേ പഠിച്ചാലോ? പ്ലീസ്. നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഞാനൊരു കാര്യം പറഞ്ഞ നീ ചെയ്യണം. പറ്റില്ല. പറ്റും. ഇല്ല, ഞാൻ ചെയ്യിക്കും. നിന്റെ മക്കളില്ലേ, അഹല്യ, ഐശ്വര്യ, എന്റെ മക്കൾ, അവരെ ഞാൻ പറയട്ടെ മൈ സ്വീറ്റി. അപ്പൊ അനുസരിക്കാനൊക്കെ അറിയാം അല്ലേ? പ്ലീസ്. ഓക്കെ, അപ്പൊ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ? പുറത്തൊരു വണ്ടി കിടപ്പുണ്ട്, നമ്പർ 8657. അതിൽ നിന്റെ മകളും ഉണ്ട്. വേഗം പോയാട്ടെ. വിവേക്, എന്റെ മക്കളെ ഒന്നും ചെയ്യരുത് പ്ലീസ്. സ്വീറ്റി, ഞാൻ അങ്ങനെ ചെയ്യൂ? ചേച്ചേ, നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ. വേഗം വാ. ഇല്ല, ഞാൻ വരില്ല. നീ വന്നില്ലേ, നിന്റെ മക്കളെ ഞാനങ്ങ് കൊണ്ടുപോകും. എന്റെ ആളുകൾ നിന്റെ പിറകെ തന്നെ ഉണ്ട്. ബുദ്ധിമോശമൊന്നും കാണിക്കരുത്. വേഗം വാ സ്വീറ്റി, ഞാനിവിടെ കാത്തിരിക്കുകയാണ്. ഇച്ചു ഫോൺ എടുത്ത് ധ്രുവിന് മെസ്സേജ് വിടാൻ എടുത്തതും ആരോ ഒരാൾ വന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചു. താനിതെന്താ കാണിക്കുന്നേ? എന്റെ ഫോൺ. സോറി മാഡം, വേഗം കാറി വന്ന് കയറ്.
കിച്ചു വേറെ നിവർത്തിയില്ലാതെ അവരെ അനുസരിച്ച് അച്ചുവിനെ കയറ്റി അതേ കാറിൽ കയറി. അച്ചു മോളെ എഴുന്നേൽക്ക്. കാറിൽ കയറിയത് ബോധം കെട്ട് കിടക്കുന്ന അച്ചുവിനെ കണ്ട് കിച്ചു അലറി വിളിച്ചു, എടാ ഷാജി, വണ്ടി എടുക്കടാ, സാറ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. കിച്ചു ഇതൊന്നും അറിയാതെ അച്ചുവിനെ വിളിച്ചുകൊണ്ടിരുന്നു. ഇരുവരെയും കൊണ്ടാക്കാൻ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. മോളെ എഴുന്നേക്ക് മോളെ, അച്ചു മോളെ. അച്ചുവിന്റെ കവളിൽ തട്ടി കുലുക്കിയും കിച്ചു വിളിച്ചുകൊണ്ടിരുന്നു. അച്ചു വിളി കേട്ട് ഇടക്ക് മൂളുന്നുണ്ട്. മോളെ. എടാ വേഗം വണ്ടി വിട്, ആ മരുന്നിന്റെ എഫക്റ്റ് മാറിയാ അവള് വേഗം എഴുന്നേൽക്കും. അയ്യോ അയ്യോ. കിച്ചു അവരുടെ സംസാരം കേട്ട് തലയിൽ അടിച്ചുകൊണ്ട് കരഞ്ഞു. 3 മണിക്കൂർ കഴിഞ്ഞ് കാർ നിർത്തിയത് കണ്ടതും കിച്ചു ഒന്നും കൂടെ അച്ചുവിനെ വിളിച്ചു. മോളെ അച്ചു മോളെ. മാഡം, ഇപ്പൊ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. 1 മണിക്കൂർ കൂടി കഴിഞ്ഞ കുട്ടി ഉണരും കേട്ടോ. ഇപ്പൊ എന്തായാലും അകത്തേക്ക് നടക്ക്. കിച്ചു ഭയത്തോടെ അവരെ നോക്കി അച്ചുവിനെ ഒരുവിധം താങ്ങി പിടിച്ചുകൊണ്ട് നടന്നു. ഒരു കാട്ടുപ്രദേശമാണ്, ചുറ്റും നിബിഡമായ വനം. അതിന്റെ നടുക്ക് തന്നെ ഒരു പഴയ വലിയ വീടും. ചുറ്റുവിരുട്ടാണ്, ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നു. അവിടെയുള്ള ഒരു മുറി തുറന്നു കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞു. കിച്ചു അകത്തേക്ക് കയറിയതും അവർ പുറത്തു നിന്നും ഡോർ ലോക്ക് ചെയ്തു. കിച്ചു അവർ പോയതും വേഗം അച്ചുവിനെ സൂക്ഷിച്ച് താഴേക്ക് ചാരിയിരുത്തി. മോളെ. അച്ചുവിന്റെ കവളിൽ തട്ടിക്കൊണ്ട് കിച്ചു വിളിച്ചു. അമ്മേ. പതിയെ വിളി കേട്ടു. മോളെ മോളെ. വീണ്ടും വീണ്ടും കിച്ചു വിളിച്ചുകൊണ്ടിരുന്നു. കിച്ചോ കിച്ചോ. ഇവളിതെവിടെ പോയി? ഹലോ കിച്ചുവിനെ വിളിച്ചിട്ട് കാണാതെ വന്നത്. പതിയെ മുകളിലേക്ക് കയറി. മോളെ അച്ചു അച്ചു മോളെ. മുറി മുഴുവനും നോക്കിയിട്ടു രണ്ടുപേരും കാണാതായത് അലോകിൽ സംശയം ഉടലെടുത്തു. അലോക് വേഗം ധ്രുവിനെ വിളിച്ചു. കോള് സ്വീകരിക്കില്ലെന്ന് കേട്ടതും അലോകിൽ ദേഷ്യം ആളിക്കത്തി. ദശനെ വിളിച്ചിട്ടും കാര്യമില്ല, അവനെ അവിടെ ആയതുകൊണ്ട് പെട്ടെന്ന് വരാനും പറ്റില്ല. തന്റെ കാല് ശരിയായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. ആകെ കൂടി ദേഷ്യത്തോടെ അലോക് അവിടെ നിന്നും തന്റെ മുറിയിലേക്ക് വന്നു. ഫോൺ എടുത്ത് ഒന്നും കൂടി കിച്ചനെ വിളിക്കാൻ നിന്നതും ഒരു വാട്സപ്പ് നോട്ടിഫിക്കേഷൻ വന്നു. അത് തുറന്നതും അലോകിന്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു. വിടില്ല. അവൻ അലറി വിളിച്ചു. അവിടെയുള്ള സാധനങ്ങൾ അടിച്ചു പൊട്ടിച്ചു. പെട്ടെന്നാണ് ഫോൺ അടിച്ചത്. ഫോൺ എടുത്ത പാടെ അലോക് അലറി. എന്തിനാണ് അലോക് നീ ഇങ്ങനെ അലറുന്നേ? എന്റെ മകൾക്കും എന്റെ ഭാര്യയ്ക്കും എന്തെങ്കിലും ഒരു പോറൽ വന്നോ? പൊന്ന മോന് പച്ചക്ക് കത്തിക്കും ഞാൻ. എന്നതേ കേട്ടോ ആദ്യത്തെ കരച്ചില്. ഒന്നും ചെയ്യല്ലേ. കിച്ചുവിന്റെയും അച്ചുവിന്റെയും അലറിക്കരച്ചിൽ കേട്ടത് അലോക് കണ്ണുകൾ ഇറുക്കി അടച്ചു. കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. നീ അവിടെ കിടന്നൊന്നും അലറിയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഞാൻ പറയും കേട്ടോ. നിന്റെ മരണത്തെ നീ വിളിച്ചു വരുത്തുന്നത്. ആ മരണത്തിന് മുമ്പ് നിന്റെ ഭാര്യ എന്റെ കൂടെ ഞാൻ പറയുന്നതിനനുസരിച്ച് കിടക്കും. പൊന്നു മോന് അധികം കിടന്ന് ചെലക്കാതടാ. നീ അന്ന് എന്നെ ഈ അവസ്ഥയിലാക്കിയില്ലേ, അന്ന് മുതലുള്ള ആഗ്രഹമാണ് ഇവളെ സ്വന്തമാക്കണമെന്നുള്ളത്. 2 ചെക്കന്മാരുടെ അമ്മയാണെന്നൊന്നും പറയില്ല. എനിക്കങ്ങ് കടിച്ചു കീറാൻ തോന്നുന്നുണ്ട്. കിച്ചുവിനെ വശമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. കിച്ചു ഇതൊന്നും ശ്രദ്ധിക്കാതെ അച്ചുവിനെ തല്ലാൻ നോക്കുന്നവരെ തടയാൻ ശ്രമിക്കുകയാണ്. അയ്യോ മോളെ ഒന്നും ചെയ്യല്ലേ അമ്മ, മോളെ ഒന്നും ചെയ്യല്ലേ. ഇല്ല മാഡം, ഒന്നും ചെയ്യില്ല. മേഡത്തിനുള്ള ആളിപ്പോ വരും. അതുപോലെ ദേ ഇവക്കുള്ളവര്. ഗുണ്ടയെന്ന് തോന്നുന്നവൻ അച്ചുവിന്റെ മുടിക്കുത്തിൽ പിടിച്ചുകൊണ്ട് അലറി. നീ എന്തായാലും ഭാര്യ അന്വേഷിച്ച് കുറച്ചൊന്ന് അലയാലോക്ക്, എന്നിട്ട് നമുക്കൊന്ന് കാണാം. ആ കാഴ്ച ഒരു ഭർത്താവും സഹിക്കാൻ പറ്റാത്തതായിരിക്കും. ഫോൺ കട്ട് ചെയ്തു. വിവേക് വിടില്ല ഞാൻ. അലോക് സ്വന്തം തലമുടി പിടിച്ചുകൊണ്ട് അലറി. കിച്ചു അച്ചുവിനെ തന്റെ മാറിലേക്ക് ഒതുക്കി പിടിച്ചിട്ടുണ്ട്. കരഞ്ഞു കണ്ണൊക്കെ ചുവന്നു, മുഖമാകെ ഇരുണ്ടു. അച്ചുവിന്റെ കവൾ അടുകൊണ്ട് പൊട്ടിയിട്ടുണ്ട്. കൂടെ ചുണ്ടിൽ നിന്നും ചോരയും വരുന്നുണ്ട്. അച്ചുവിനെ കിടത്തിയതിനു ശേഷം കിച്ചു പതിയെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. മരുന്നിന്റെ എഫക്റ്റ് കഴിഞ്ഞതും
കിച്ചു കണ്ണുകൾ തുറന്നു ചുറ്റും നോക്കി. താൻ എവിടെയാണെന്ന് പോലും അറിയില്ല. മോളെ, കിച്ചുവിന്റെ ശബ്ദം കേട്ടത് അച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിച്ചുവിന്റെ മാറിലേക്ക് വീണു. കുറച്ചു മണിക്കൂർ കഴിഞ്ഞാൽ രണ്ടുപേർ വന്ന് അച്ചുവിനെ തല്ലുന്നത് അത് കണ്ട് കിച്ചു പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷെ അച്ചുവിനെ അവർ ഇരുവരും കൂടി തല്ലിച്ചതച്ചു. മോളെ, അടികൊണ്ട് അവശയായ അച്ചുവിനെ കിച്ചു വിളിച്ചു നോക്കി. അമ്മ, വെള്ളം വേണം മോളെ, അമ്മ നോക്കട്ടെ. ഇന്നലെ വന്നതാണ്. മോള് രാവിലെ അവരുടെ കയ്യിൽപ്പെട്ടതാണ്. ഇരുവരും ഇതുവരെ ഒന്നും കഴിച്ചിട്ടുമില്ല, കുടിച്ചിട്ടുമില്ല. സമയം എത്രയായെന്ന് പോലും അറിയില്ല. ഇവിടെ വന്നിട്ട് ഒരുപാട് മണിക്കൂറായെന്ന് മാത്രം അറിയാം. ഹലോ, ഡോറിൽ മുട്ടിക്കൊണ്ട് കിച്ചു വിളിച്ച്. കുറെ മുട്ടിയതിനു ശേഷമാണ് അവർ ഡോർ തുറന്നത്. എന്താ? ദേഷ്യത്തോടെ ഒരുത്തൻ അവർക്ക് നേരെ ചേറി. കുടിക്കാൻ വെള്ളം വേണം പ്ലീസ്. അയ്യോ, ഇവിടെ സുഖവാസത്തിന് വന്നാണോ? പൊന്ന മോള്. തല്ലാൻ കൈയൊങ്ങിയത് അവന്റെ അലർച്ച കേട്ടു. കിച്ചനെ തല്ലാൻ ഒരുങ്ങിയ കൈയിൽ ഒരുവൻ പിടിച്ച് അവനെ ചവിട്ടി താഴേക്കിട്ടു. കിച്ചു ആരാണെന്ന് നോക്കിയത് കിടകിട വിറച്ചുപോയി. ശരീരം തളർന്ന് താഴേക്ക് വീഴുമോ എന്ന് പോലും തോന്നി. വിവേക്. ഭയത്തോടെ ആ പേരുരുവിട്ടു. യെസ് മൈ സ്വീറ്റി. കിച്ചു അറപ്പോടെ മുഖം തിരിച്ചു. ഡാ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവളുടെ മേലിൽ നിന്നൊരു പോറൽ പോലും പൊടിയരുതെന്ന്. എന്നിട്ട് നീ അനുസരിച്ചോ? അത് സാർ, ഞാൻ രാജീവ് സാർ, ഇവനെ അങ്ങ് തീർത്തേക്ക്. വേണ്ട സാർ, ഞാൻ അറിയാതെ, പ്ലീസ്. അറിയാതെ ചെയ്താണോ? മോശം. ഒരുതരം സൈക്കോകളെ പോലെ തല തിരിച്ചുകൊണ്ട് വിവേക് പറഞ്ഞു. രണ്ടുപേർ ചേർന്നു താഴെ കിടക്കുന്നവനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവന്റെ ആ ഭാവം കണ്ടത് കിച്ചു പോലും ഭയന്നകത്തേക്ക് കയറി. ശോ, പാവം. കിച്ചു അകത്തേക്ക് കയറിയത് കണ്ടവൻ പറഞ്ഞു. കിച്ചു ഡോറിൽ ചാരിയിരുന്നു പൊട്ടിക്കരഞ്ഞു അച്ചുവിന്റെ അവസ്ഥയെ ഓർത്തുകൊണ്ട്. ഒരു ദിവസത്തിന് ശേഷം ആരോ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് കിച്ചു അച്ചുവിനെ തന്നിലേക്ക് ഒതുക്കി പിടിച്ചു. ഡോർ തുറന്നു വരുന്ന ആളെ കണ്ട് കിച്ചു ഞെട്ടി. ആരോഹി, ആരുഷി, ഡേവിഡ്, മൗന, പിന്നെ കുറച്ചു പേരുടെ കൂടെയുണ്ട്. അവരെയൊന്നും കിച്ചുവിന് അറിയില്ല. നീ കരയണം കൃഷ്ണ, അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും കൊല്ലം കാത്തിരുന്നത്. ആരുഷി അവളുടെ മുഖത്തേക്ക് നോക്കി വീറോടെ പറഞ്ഞു. വേണ്ടായിരുന്നു ആരു, നിന്റെ ഏട്ടൻ ഇതൊക്കെ അറിഞ്ഞ. ഏട്ടൻ പോലും. എനിക്ക് വെറുപ്പാണ് അയാളെ. അയാൾ ദേ അവിടെ, ദേ നിന്നെയും ദേ ഇവളെയും കാണാതെ ഭ്രാന്ത് പിടിച്ച് അലയുകയാണ്. കിച്ചു കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളെ നോക്കി. പിന്നെ ദേ ഇവള് എന്റെ മോള് സ്വന്തമാക്കാൻ ആഗ്രഹിച്ച സ്ഥാനമാണ് നീ. അച്ചുവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആരുഷി പറഞ്ഞു. അതെന്തായാലും ഇന്നത്തോടെ എല്ലാം തീരും. ഹലോ, ഞാൻ ഡേവിഡ്. മിസ്സസ് ദക്ഷിതാലോകിനെ എന്നെ അറിയാൻ വഴിയില്ല. ഒരു പേര് പറഞ്ഞാൽ മനസ്സിലാകും. അലക്സ് സാമുവൽ ജോൺ. ആ പേര് കേട്ടത് അച്ചു പെട്ടെന്ന് കിച്ചുവിനെ മുറുക്കി പിടിച്ചു. കിച്ചു ഒന്നും മനസ്സിലാവാതെ അച്ചുവിനെ ഡേവിഡിനെ മാറി മാറി നോക്കി. മിസ്സസ് അലോകിന് ഒന്നും മനസ്സിലായില്ലല്ലേ? എന്റെ അനുജൻ അലക്സ്. അവരെ കൊന്നത് നിങ്ങളുടെ മകൻ ദക്ഷിതാണ്. അതും വളരെ ക്രൂരമായിട്ട്. അതുപോലെ ഇവളെയും. ഞാൻ എന്റെ അനുജൻ വസിക്കുന്ന കല്ലറയിൽ കൊണ്ട് ഇവളെയും കൊല്ലും ഞാൻ. തുടരും.